മഹാദേവനും മാതാ പാർവതിയും ചേർന്ന് ഗണേശ ഭഗവാനെ ഒരു വലിയ പരീക്ഷണത്തിനയച്ചു. ലോകത്തിലെ സകല നിധിയും കടലിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് കേട്ട് ഗണേശ ഭഗവാൻ അവിടെ എത്തി. പക്ഷേ നിധിക്ക് പകരം ഭഗവാൻ ഗണേശൻ അവിടെ കണ്ടത് ഭീമാകാരമായ ആമയെയും ഭയാനക സർപ്പരൂപവുമായിരുന്നു. എന്തായിരുന്നു ആ പരീക്ഷണത്തിന് പിന്നിലെ രഹസ്യം? ഒരിക്കൽ ഭൂമിയിലെ സന്ദർശനം പൂർത്തിയാക്കി ഗണപതി ഭഗവാൻ കൈലാസത്തിലേക്ക് മടങ്ങുകയായിരുന്നു. യാത്രക്കിടയിൽ ഒരു വലിയ ആൽമര ചുവട്ടിൽ അദ്ദേഹം സങ്കടത്തോടെ ഇരുന്നു. അതേസമയം മഹാദേവനും മാതാ പാർവതിയും അവിടെ എത്തിച്ചേർന്നു. തന്റെ പ്രിയ പുത്രന്റെ സങ്കടം കണ്ട് മഹാദേവൻ ചോദിച്ചു, പുത്ര ഗണേശ, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിന്റെ മനസ്സിനെ അലട്ടുന്ന ആ വലിയ ദുഃഖം എന്താണ്? സങ്കടത്തോടെ ഗണപതി ഭഗവാൻ മറുപടി പറഞ്ഞു, പിതാവേ, ഈ ലോകത്തിലെ യഥാർത്ഥ സമ്പത്ത് എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് എവിടെയാണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? ഇത് കേട്ട് മാതാ പാർവതി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, പുത്ര ഗണേശ, നിനക്ക് എന്തിനാണ് ഇത്രയധികം സമ്പത്ത്? ഗണപതി ഭഗവാൻ ഗൗരവത്തോടെ മറുപടി പറഞ്ഞു, മാതേ, ഞാൻ ഭൂമിയിൽ എവിടെ പോയാലും മനുഷ്യർ എന്നോട് ചോദിക്കുന്നത് ഭക്തിയെക്കുറിച്ചല്ല, മറിച്ച് ഐശ്വര്യത്തെയും സമ്പത്തിനെയും കുറിച്ചാണ്. അവർക്ക് നൽകാനായി ലോകത്തിലെ എല്ലാ സമ്പത്തും ഒരിടത്തു നിന്ന് കണ്ടെത്തി കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മഹാദേവൻ ശാന്തനായി മറുപടി പറഞ്ഞു, പുത്ര ഗണേശ, കഠിനാധ്വാനം ചെയ്യാതെ ഒരു സമ്പത്തും ആർക്കും ലഭിക്കുകയില്ല. ആ നിധി കണ്ടെത്താൻ നീ തയ്യാറാണോ? തീർച്ചയായും പിതാവേ, ഞാൻ അതിനായി എത്ര വേണമെങ്കിലും അധ്വാനിക്കാം, ഗണപതി ഭഗവാൻ ഉറപ്പിച്ചു പറഞ്ഞു. മഹാദേവൻ പറഞ്ഞു, എങ്കിൽ കേട്ടോളൂ പുത്ര, ആഴക്കടലിന്റെ ഉള്ളിൽ ഒരു രഹസ്യ ഗുഹയുണ്ട്. ലോകത്തിലെ സകല സമ്പത്തും അവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് കേട്ട ഉടനെ ഗണപതി ഭഗവാൻ സമുദ്രത്തിലേക്ക് തിരിച്ചു. തന്റെ പുത്രന്റെ ദയയും നിശ്ചയദാർഢ്യവും പരീക്ഷിക്കാൻ മഹാദേവനും മാതാ പാർവതിയും തീരുമാനിച്ചു. ദേവി ഒരു ഭീമാകാരമായ ആമയായും മഹാദേവൻ വലിയൊരു കൂറ്റൻ നാഗമായും മാറി കടലിനടിയിൽ കാത്തിരുന്നു. കടലിന്റെ ആഴങ്ങളിൽ ഗണപതി ഭഗവാൻ ആ വലിയ നിധിശേഖരം കണ്ടു. പക്ഷേ അതിനു മുൻപിൽ വലിയൊരു ആമ തടസ്സമായി ഇരിപ്പുണ്ടായിരുന്നു. ഗണപതി ഭഗവാൻ പറഞ്ഞു, അല്ലയോ ആമേ, ദയവായി എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കൂ, എനിക്ക് ആ നിധി എടുക്കണം. ആമ ശാന്തമായി പറഞ്ഞു, ഞാൻ മാറാം പുത്ര, പക്ഷേ എന്റെ കാണാതായ കുഞ്ഞിനെ നീ എനിക്ക് തിരികെ കൊണ്ടുവന്നു തരണം. ഗണപതി ഭഗവാൻ സമ്മതിച്ചു. അദ്ദേഹം സമുദ്രം മുഴുവൻ തിരിഞ്ഞു. പക്ഷേ എവിടെയും ആ കുഞ്ഞിനെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചിരുന്നില്ല. ഒടുവിൽ തളർന്നൊരു പാറയിലിരിക്കുമ്പോൾ ഭയാനകമായ ഒരു നാഗം അവിടെ പ്രത്യക്ഷപ്പെട്ടു. നാഗം ചോദിച്ചു, പുത്ര, നീ എന്തിനാണ് ഇത്രയധികം വിഷമിച്ചിരിക്കുന്നത്? തുടർന്ന് ഗണേശ ഭഗവാൻ പറഞ്ഞു, ഞാനൊരു ആമയുടെ കുഞ്ഞിനെ തിരയുകയാണ്. അതിനെ കിട്ടിയാലേ എനിക്ക് ലോകത്തിന് ആവശ്യമായ സമ്പത്ത് നേടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ നാഗം പറഞ്ഞു, ആ കുഞ്ഞ് എന്റെ ഹൃദയത്തിനുള്ളിലാണ് ഇരിക്കുന്നത്, എനിക്കതിനെ വിട്ടുതരാൻ കഴിയുകയില്ല. പക്ഷേ നിനക്ക് ആ സമ്പത്ത് അത്രയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ എന്നെ വധിച്ച് എന്റെ ഹൃദയം പിളർന്ന് ആ കുഞ്ഞിനെ എടുത്തോളൂ. ഇത് കേട്ടതും ഗണപതി ഭഗവാന്റെ ഉള്ളം പിടഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മറ്റൊരാളുടെ ജീവൻ എടുത്തോ ആരെങ്കിലും വേദനിപ്പിച്ചോ കിട്ടുന്ന ഒരു സമ്പത്തും എനിക്ക് ആവശ്യമില്ല. അങ്ങനെയുള്ള നിധിയേക്കാൾ വലുതാണ് ഒരു ജീവന്റെ മൂല്യം. ഞാൻ തിരികെ പോകുന്നു. ആ നിമിഷം ശിവപാർവതിമാർ തങ്ങളുടെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഗണപതി ഭഗവാനെ ചേർത്ത് പിടിച്ചു. മഹാദേവൻ പറഞ്ഞു, പുത്ര ഗണേശ, നീ വിജയിച്ചിരിക്കുന്നു. സമ്പത്തല്ല, മറ്റുള്ളവരോടുള്ള കരുണയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിധി. തുടർന്ന് മാതാ പാർവതി പറഞ്ഞു, മറ്റുള്ളവരുടെ ഹൃദയം കീഴടക്കുന്നവനാണ് യഥാർത്ഥ സമ്പന്നൻ. ഗണപതി ഭഗവാൻ മാതാപിതാക്കളെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, പിതാവേ, മാതാവേ, സത്യമായ സമ്പത്ത് നമ്മുടെ ഉള്ളിലെ നന്മയാണെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു.